1968 ഞാൻ ദുബായിൽ ലോഞ്ച് മാർഗം എത്തിപ്പെട്ട ആ കാലഘട്ടം. അന്ന് ദുബായിൽ എത്തിപ്പെടുന്നത് ഗോർഫുഖാനിലും റാസൽ ഖൈമയിലും ഫുജൈറയിലും ഖൽബയിലും ഒക്കെ ആയിട്ട് ലോഞ്ച് മാർഗത്തിൽ എത്തിപ്പെട്ട് അവിടെ നിന്ന് മലയും കുന്നും മലയും താണ്ടിക്കൊണ്ട് റോഡ് മാർഗവും റേഞ്ച് റോവറിലും മറ്റുമാണ് ദുബായിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ ദുബായിൽ എത്തിപ്പെടുന്നവരെ അന്ന് പോലീസ് പിടിച്ച് വന്ന വഴിക്ക് തന്നെ തിരിച്ചുവിടാറാണ് പതിവ്. പക്ഷേ അവിടെ വന്ന് പെടുന്നവർക്കൊക്കെ തന്നെ അഭയം നൽകാൻ അവിടെ ജോലിയോ കച്ചവടങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ദീർഘവീക്ഷണമുള്ള ദുബായിയുടെ ഭരണാധിപൻ ഷെയ്ഖ് റാഷിദ് ബിൻ അൽ മക്തൂം വരുന്നവർക്ക് അഭയം നൽകിക്കൊണ്ട് അവരവിടെ പിടിച്ചു നിർത്താനുള്ള മാർഗമാണ് കണ്ടെത്തിയത്. അവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയായി, കച്ചവടങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായി, വരുന്നവർ തിരിച്ചു പോകേണ്ട ഗതികേടില്ലാതെ ജീവിക്കാൻ അവസരങ്ങൾ ഉണ്ടായി തുടങ്ങി. അങ്ങനെയാണ് ദുബായ് വളർന്നത്. കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ദുബായ് 3-4 വർഷങ്ങൾക്ക് ശേഷം ദുബായിലെ എല്ലാ രാജ്യങ്ങളും കൂടി അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസഖൈമ എന്നീ സ്ഥലം, ഫുജൈറ എന്നീ സ്ഥലങ്ങളെല്ലാം കൂടി ഇത്തിഹാദ് UAE രൂപീകരിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന തരത്തിലുള്ള എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടായി. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അഭയം നൽകി. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള മാർഗം അവരുണ്ടാക്കി തന്നു. UAE ഭരണാധിപർ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരാണ്. അന്നത്തെ ആ തലമുറകൾ മാറി മാറി വന്നു. അവർ വിശാല മനസ്കരായ ഷെയ്ഖ് ഭരണാധിപന്മാർ നമ്മളോട് കാട്ടിയ നന്നും കൂറിനും ഒരിക്കലും നമ്മുടെ ജീവിതകാലം വരെ മറക്കാൻ പാടില്ല. ഇന്ന് ഡിസംബർ 2 നാളെ UAE 54-ാം ജന്മദിനം ആഘോഷിക്കപ്പെടും. ഈ അവസരത്തിൽ എല്ലാവിധ വിജയാശംസകളും നേടുകയാണ്. നമുക്ക് അഭയം തന്ന, നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ആ നാടിന് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയരട്ടെ എന്ന് സർവശക്തനായ നാഥനോട്